വന്നെങ്കിൽ പഠിപ്പിച്ചു കൊടുക്കും. പഠിക്കാൻ എളുപ്പമാണ്. ഇല്ല ഇതന്നെ നടക്കുന്ന കാര്യമാണ്. അംഗനവാടിയോ സാന്ന് പറയുമ്പോൾ പാന്ന് പറയും. അതൊക്കെ പഠിക്കാനുണ്ടാകുക. അത്ര ഉള്ളു. വന്നാൽ വരും, അല്ലെങ്കിൽ കാണിച്ചു കൊടുക്കും, അത്ര തന്നെ. പഠിപ്പിച്ചു കൊടുക്കാറുണ്ടോ? പിന്നെ ആരും വന്നെങ്കിലല്ലേ പഠിപ്പിച്ചു കൊടുക്കുന്നത്, വരാണ്ട് അങ്ങനെ പഠിപ്പിച്ചു കൊടുക്കുന്നത്. അച്ഛൻ്റെ കൂടെ നമ്മൾ ബോഡി ഗാർഡല്ലേ. അച്ഛനെന്ന് പറഞ്ഞാൽ ഇവിടെ മണപ്പുറത്തൊക്കെ ഇവിടെ വണ്ടി കൊണ്ട് തള്ളിയൊക്കെ നടന്ന് കച്ചവടം ചെയ്യുന്നതാണ്. കേരളത്തിൽ മംഗലാപുരം, കൊല്ലം. പേരെന്താ? ബാബു. എവിടെ വീട്? ചങ്ങനാശ്ശേരി. എത്ര നാളായിട്ട് ഈ ഒരു കളി വീണ? 40 വർഷം മേളിൽ. ഇങ്ങനെയാണ് സ്വന്തമായിട്ടാണോ? അതെ. എന്തൊക്കെ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്? ഇത് ചിരട്ട, മുള, അത് അങ്ങനെയൊക്കെ പറഞ്ഞാൽ നടക്കും. അതൊക്കെ അല്ല, ഉപ്പിനോട്ട് കൽപ്പൂരം വരെ കൂടണം. അത് തന്നെ. എങ്ങനെയാണ് ഇതിൻ്റെ വിലയൊക്കെ? അത് 200, 300 വിലയാണ്. ഇതെങ്ങനെയാണ് ചേട്ടൻ ഈ വീണ വായിക്കാൻ പഠിച്ചത്? അത് അച്ഛനുള്ള കച്ചവടമാണ്. ഇത് പണ്ട് അവിടെ അച്ഛനൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ അച്ഛനുണ്ടാക്കുന്ന കണ്ടാണ് വളർന്നത്. അച്ഛൻ്റെ കൂടെ അല്ലേ കച്ചവടം. പിന്നെ അച്ഛനെ കാണാണ്ട് എങ്ങനെ കച്ചവടം ചെയ്യുന്നത്? ഒരു കണ്ടു പഠിച്ച അച്ഛൻ പഠിപ്പിച്ചാണോ? അച്ഛൻ്റെ കൂടെ നമ്മൾ ബോഡി ഗാർഡല്ലേ. അച്ഛനെന്ന് പറഞ്ഞാൽ ഇവിടെ മണപ്പുറത്തൊക്കെ ഇവിടെ വണ്ടി കൊണ്ട് തള്ളിയൊക്കെ നടന്ന് കച്ചവടം ചെയ്യുന്നതാണ് ഇവിടെ. അങ്ങനെ എല്ലാ പാട്ടും ഇതിനകത്ത് വായിക്കാൻ പറ്റും. അറിയണ പാട്ട് പാടും, അറിയാത്ത പാട്ട് പാടത്തില്ല. നമുക്ക് അറിയാവുന്ന പാട്ട് അത്രേ ഉള്ളൂ. ഇതിനങ്ങനെ ഈ വയലിനൊക്കെ വായിക്കുന്ന പോലെയാണോ? എങ്ങനെയാണ്? വയലിൻ വേറെ, ഇത് വേറെ. അത് 4 കമ്പി, ഇത് ഒറ്റ കമ്പി. ഒറ്റക്കമ്പി നാദം. യെസ്. അപ്പോൾ ഇത് വിരലുകൾക്കനുസരിച്ചാണോ ഇങ്ങനെ സ്വരം? ടച്ച് ചെയ്യുമ്പോൾ സ്വരം മാറി മാറി വരും. ഒക്കെ പഠിക്കാനുണ്ട്. ഈ ചേട്ടൻ്റെ ഈ വീണയൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ എവിടെ വന്നാൽ കിട്ടും? ഇപ്പോൾ ഇവിടുന്ന് മണപ്പുറത്തുനിന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും? അതിപ്പോൾ എവിടെയും വിളിച്ചാൽ ഫോൺ നമ്പർ ആരെങ്കിലും മേടിച്ചാൽ പിന്നെ അവർ വരുത്തുമില്ല. പിന്നെ പോയതോടെ പോയി, പിന്നെ നോക്കണ്ട. പിന്നെ അവർ നോക്കിയിരിക്കാൻ പറ്റുമോ? എങ്കിലും നമ്പർ ഒന്ന് പറഞ്ഞതേ, ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വിളിക്കട്ടെ. പറയാം. 960 53 82 794. ചങ്ങനാശ്ശേരിയിൽ എവിടെയാണ് വീട്? കുറിച്ചി. അവിടെ എപ്പോഴും കാണുമോ അതോ ഇങ്ങനെ യാത്രയാണോ? അവിടെ ഇപ്പോൾ സാധനം ഉണ്ടാക്കുമ്പോൾ അവിടെ കാണും, അല്ലെങ്കിൽ വേറെ പരിപാടിക്കൊക്കെ എവിടെയെങ്കിലൊക്കെ പോകും. കേരളത്തിൽ എവിടെയൊക്കെ പോകും? കേരളത്തിൽ മംഗലാപുരം, കൊല്ലം, അതിനപ്പുറം പോകില്ല. തിരുവനന്തപുരത്തോട്ട് പോകത്തില്ല? ഇല്ല. ഭീമാപള്ളി ലാസ്റ്റ്. പിന്നെ അതിനപ്പുറം ഇല്ല. പിന്നെ തമിഴ്നാട്, സേലം, കോയമ്പത്തൂർ, ഈറോഡ്, സേലം, തിരുപ്പൂര്, അവിടെയൊക്കെ. വീട്ടിലാരൊക്കെയുണ്ട്? ഞാനും വൈഫും കൊച്ചും. വേറെ കുഞ്ഞിന് ഇത് വായിക്കാൻ അറിയാം? ഇല്ല. അവൾക്ക് 25 വയസ്സായി. പഠിപ്പിച്ചില്ല? അവൾക്ക് താല്പര്യം ഉണ്ടെങ്കിലല്ല ഒക്കെ മാറി നിൽക്കും. വായിക്കുന്ന കാണുമ്പോൾ ആരെങ്കിലും ഇത് പഠിപ്പിക്കാമെന്ന് ചോദിച്ചു വരുമോ? വന്നാൽ വരും, അല്ലെങ്കിൽ കാണിച്ചു കൊടുക്കും, അത്ര തന്നെ. പഠിപ്പിച്ചു കൊടുക്കാറുണ്ടോ? പിന്നെ ആരും വന്നെങ്കിലല്ലേ പഠിപ്പിച്ചു കൊടുക്കുന്നത്, വരാണ്ട് അങ്ങനെ പഠിപ്പിച്ചു കൊടുക്കുന്നത്. വന്നെങ്കിൽ പഠിപ്പിച്ചു കൊടുക്കും. പഠിക്കാൻ എളുപ്പമാണോ? ഇല്ല ഇതന്നെ നടക്കുന്ന കാര്യമാണോ? അംഗനവാടിയോ സാന്ന് പറയുമ്പോൾ പാന്ന് പറയണം. അതൊക്കെ പഠിക്കാനുണ്ടാകുക. അത്ര ഉള്ള കാര്യം. അത് ഓരോ വിരൽ എവിടെ വെക്കണം എന്നുള്ളതൊക്കെ നമ്മൾ പഠിക്കണം. ഓരോ നഖത്തിൽ ഓരോ അവിടെ ഇവിടെയൊക്കെ ഓരോന്നൊക്കെ വയ്ക്കുമ്പോൾ അതിനെ പോലെ സൗണ്ടൊക്കെ മാറി മാറി വരും, അത്ര ഉണ്ട്. അവിടെ അങ്ങനെ പഠിപ്പിച്ചു കൊടുക്കുന്നത്. വന്നെങ്കിൽ പഠിപ്പിച്ചു കൊടുക്കും. പഠിക്കാൻ എളുപ്പമാണോ? ഇല്ല ഇതന്നെ നടക്കുന്ന കാര്യമാണോ? അംഗനവാടിയോ സാന്ന് പറയുമ്പോൾ പാന്ന് പറയണം. അതൊക്കെ പഠിക്കാനുണ്ടാകുക. അത്ര ഉള്ള കാര്യം. അത് ഓരോ വിരൽ എവിടെ വെക്കണം എന്നുള്ളതൊക്കെ നമ്മൾ പഠിക്കണം. ഓരോ നഖത്തിൽ ഓരോ അവിടെ ഇവിടെയൊക്കെ ഓരോന്നൊക്കെ വയ്ക്കുമ്പോൾ അതിനെ പോലെ സൗണ്ടൊക്കെ മാറി മാറി വരും, അത്ര ഉണ്ട്.